മഴ തോരും മുമ്പേടി നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അലീന. കൃഷ്ണമോളാണെങ്കിൽ എന്തൊക്കെയോ പാചകം ചെയ്യുന്നുണ്ട്. ചേച്ചിയും അനിയത്തിയും സന്തോഷത്തോടെ പാചകം ചെയ്യുന്നു. അപ്പോൾ അതങ്ങോട്ട് കണ്ടപ്പോൾ വൈജയന്തിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൃഷ്ണേ നിന്നോടാര് പറഞ്ഞൊരു അടുക്കളയിൽ ഈ പണിയൊക്കെ എടുക്കുക, എന്തൊക്കെ അവളുടെ ജോലിയല്ലേന്ന് പറയും. അലീന ചേച്ചിക്ക് റെസ്റ്റ് 2 ആഴ്ച ഡോക്ടർ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? പിന്നെ ഞാൻ ഈ ജോലി ചെയ്ത എന്താ കുഴപ്പം? അമ്മയും ബബിതേച്ചും ചെയ്യുന്നില്ല, ഞാനെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. എന്തായാലും കൃഷ്ണരെടുത്ത് സംസാരിച്ചാൽ തല കിട്ടില്ല എന്ന് മനസ്സിലായ വൈജയന്തി വേഗം അടുക്കളയിൽ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശി അലീനോട് ചോദിക്കുന്നു ആഗ്രയിലെ കാര്യം. വൈജയന്തിരെ നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. അപ്പം അലീന തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ, അതെന്താ പറയാത്തതെന്ന് ചോദിക്കും. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ മുത്തശ്ശിയുടെ മനസ്സിലെ ചോദ്യങ്ങൾ രഹസ്യങ്ങളും മുത്തശ്ശിയുടെ മനസ്സിലിരുന്നോട്ടെ, എൻ്റെ മനസ്സിലെ രഹസ്യങ്ങൾ എൻ്റെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് 2 പേരും കൂടെ പരസ്പരം കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മയുടെ ഫോണൊന്ന് തന്നേ എന്ന് പറയും. വേഗം എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ അതിൽ റെക്കോർഡ് ഓണാക്കിയിട്ട് സംസാരമൊക്കെ കേൾക്കുന്നു. അലീന രോഹിത്തിനെ വിളിക്കുന്നതും, രോഹിത്തെ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങോട്ട് കൊണ്ടു തന്നോ, അല്ലെങ്കിൽ നീയും ഹരിശങ്കറും കൂടെ ഇവിടെ വന്ന് എന്നോട് ചെയ്തതൊക്കെ ഞാൻ പോലീസിനോട് പറയൂട്ടാ, പിന്നെ ഇവിടെ വീട്ടിലുള്ളവരോടും പറയും എന്നിങ്ങനെയൊക്കെയുള്ള ഭീഷണി. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ അങ്ങോട്ട് മനസ്സിലാവണം. ബാലചന്ദ്രൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കണ, വിശ്വസിക്കാൻ പറ്റണില്ല. അലീനനെ കുത്തിയതോ അല്ലെങ്കിൽ അലീനനെ അപകടപ്പെടുത്തിയതോ തൻ്റെ മോനും ഹരിശങ്കറും കൂടി എന്നുള്ള കാര്യം എന്തായാലും ബാലചന്ദ്രൻ്റെ ഉറപ്പാണ്. ബാലചന്ദ്രൻ്റെ കയ്യിലിരുന്ന ആ ഫോൺ ഇങ്ങനെ വിറയ്ക്കുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.